നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് ഈ മാസം 19-ന് തുടക്കമാവുകയാണ്. പെർത്തിലാണ് ആദ്യ മത്സരം നടക്കാനിരിക്കുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ കളിക്കുന്ന ഏകദിന പരമ്പര കൂടിയാണിത്. ഈ വർഷമാദ്യം UAEയിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഏകദിനത്തിൽ ഇന്ത്യ കളിച്ചിട്ടില്ല. രോഹിത് ശർമ്മയ്ക്ക് പകരം പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിൽ ആദ്യമായി ഇന്ത്യ കളിക്കുന്ന ഏകദിന പരമ്പര കൂടിയാണ് ഓസ്ട്രേലിയയിലേത്. നായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്നായിരിക്കും ഈ പരമ്പര. 15 അംഗ സംഘത്തിലുള്ള ചില കളിക്കാരെ സംബന്ധിച്ച് ഈ പരമ്പരയിലെ പ്രകടനം ഏറെ നിർണായകമാണ്. മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ലെങ്കിൽ അത് ഇവരുടെ കരിയറിനെ തന്നെ ബാധിച്ചേക്കും. ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നമുക്ക് നോക്കാം. മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. നായകസ്ഥാനം നഷ്ടമായതോടെ ഏകദിന ടീമിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനവും അത്ര ഭദ്രമല്ല. ഒരുപിടി മികച്ച യുവതാരങ്ങൾ ഓപ്പണിംഗിലേക്ക് അവസരം കാത്തുനിൽക്കുകയാണ്. യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നിവർ ഇക്കൂട്ടത്തിലുണ്ട്. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതോടെ 2027-ലെ അടുത്ത ഏകദിന ലോകകപ്പ് പ്ലാനുകളുടെ ഭാഗമല്ല രോഹിത് എന്ന് ഉറപ്പായിരിക്കുകയാണ്. അതിനാൽ ഏത് നിമിഷവും ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും തെറിച്ചേക്കാം. ഓസ്ട്രേലിയയിലെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ മാത്രമേ അടുത്ത പരമ്പരയിലും രോഹിത്തിനെ നിലനിർത്തിയേക്കുകയുള്ളൂ. കഴിഞ്ഞ 2 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ഫോമിൽ വലിയ ഇടിവും സംഭവിച്ചിട്ടുണ്ട്. ഈ വർഷം ഏകദിനത്തിൽ രോഹിത്തിന്റെ ശരാശരി 37-ഉം സ്ട്രൈക്ക് റേറ്റ് 108-ലേക്ക് താഴുകയും ചെയ്തു. 8 ഇന്നിംഗ്സുകളിലായി ഈ വർഷം അദ്ദേഹം നേടിയത് 302 റൺസാണ്. 2023-ലെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തേത് മോശമാണെന്ന് തന്നെ പറയേണ്ടിവരും. ഏകദിന ലോകകപ്പ് നടന്ന 2023-ൽ 11 ഇന്നിംഗ്സുകൾ രോഹിത് കളിച്ചിരുന്നു. 54.27 എന്ന കിടിലൻ ശരാശരിയിൽ 125 സ്ട്രൈക്ക് റേറ്റിൽ 597 റൺസും അടിച്ചെടുത്തു. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമൊഴിഞ്ഞതോടെ ഓസീസുമായുള്ള പരമ്പരയിൽ ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. യുവ ഫാസ്റ്റ് ബൌളർ ഹർഷിത് റാണയാണ് ഈ ലിസ്റ്റിലെ മറ്റൊരു താരം. മോശം ഫോമിലായിട്ടും കോച്ച് ഗൗതം ഗംഭീറിനുള്ള പ്രത്യേക താത്പര്യം കാരണം അദ്ദേഹത്തിന് വീണ്ടും ടീമിൽ അവസരം ലഭിക്കുകയാണ്. ശ്രീകാന്ത് ഉൾപ്പെടെ പലരും ഹർഷിത്തിന് ലഭിക്കുന്ന ഈ അനാവശ്യ പിന്തുണയെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഓസ്ട്രേലിയയിൽ അവസരം ലഭിച്ചാൽ ഹർഷിത് അത് പരമാവധി തന്നെ മുതലെടുക്കാനുള്ള ശ്രമം നടത്തിയേ തീരൂ. എങ്കിൽ മാത്രമേ വിമർശകരുടെ വായടപ്പിക്കാനും ടീമിൽ തനിക്ക് സ്ഥാനത്തിന് അർഹതയുണ്ടെന്നും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ.